ഇപ്പോൾ പള്ളിയിലൊക്കെ തന്നെ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് എനിക്കാണെങ്കിൽ കുർബാന ഉയർത്താൻ പേടിയാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും പറഞ്ഞ് നമ്മൾ ഉയർത്തുമ്പോഴായിരിക്കും ഈ കണ്ടു നിൽക്കണവന് ഇറച്ചി മേടിക്കണ കാര്യം ഓർക്കണത്. അവനപ്പം തന്നെ സ്കൂട്ടാണ് ഓടുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ അങ്ങനെ ദൈവമായിട്ട് അകത്തിൻ്റെ ബന്ധമുള്ളവർക്ക് അവരെക്കാൾ ബന്ധം അളിയൻ, അമ്മാവൻ, അപ്പൻ, ബന്ധുക്കളൊക്കെ ഇട്ടിക്ക്, അങ്കിള്, ഇങ്ങനെയൊക്കെ കുറേ. നിങ്ങൾ തന്നെ എപ്പോഴും നോക്കിയാൽ നിങ്ങളുടെ അങ്കിളിന് നിങ്ങളോട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അങ്കിളിനെ ഇരിക്കും. കാര്യം അപ്പനേക്കാൾ അങ്കിളിനെ സ്നേഹിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ മനുഷ്യന്മാരുടെ പൊട്ടത്തരാണേ. കാര്യം ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുന്ന അപ്പൻ ഒരു മണവുമില്ല, ഗുണവുമില്ല. 10 കൊല്ലമോ 2 കൊല്ലമോ കൂടുമ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് കെട്ടിയിറങ്ങണം അങ്കിള് കൊണ്ടുവന്ന് അവർക്ക് വല്ലതും കൊടുത്തുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ ഇത് അങ്കിളിനെ വലിയ ആളായിട്ട് കാണും. അയ്യോ, നോൺസെൻസ് എന്ന് പറഞ്ഞാൽ അട്ടർ നോൺസെൻസ്. അപ്പനേക്കാൾ വലിയ അങ്കിള് നക്കാപ്പിച്ച കൊടുത്ത് വിലക്ക് വാങ്ങിക്കും. അപ്പം അനിയത്തി നിങ്ങൾ ബന്ധങ്ങളിൽ കാണിക്കരുത് ഒരിക്കലും. അത് എപ്പോഴും നമ്മൾ എപ്പോഴും റിലേഷൻസ് ബേസ് എപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അത്രയും വലിയ കഴിവുണ്ട്. നിങ്ങളീ മാതാപിതാക്കന്മാർ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരുടെ മാതാപിതാക്കന്മാർ അങ്ങനെയല്ല. ദൈവം നമുക്ക് തന്ന മാതാപിതാക്കന്മാർ ആണ് ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ. അവരെ നമ്മൾ ദൈവം കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കാൻ തുടങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ ബ്ലെസ്ഡ് ആകാൻ തുടങ്ങും. നമുക്ക് വേറെ ഒരാളെ കൊണ്ടുപോയി അന്നഴകുന്നതിന് അപ്പനെന്ന് പറയത്തില്ലേ, അങ്ങനെ അന്നഴകുന്നതിന് അപ്പനാക്കിയാൽ ഒരിക്കലും ബ്ലെസ്സിങ്സ് കിട്ടത്തില്ല. ദൈവത്തിന് അറിയാമല്ലോ ഇത് യൂസ് ആൻഡ് ത്രോയാണ് കയ്യിലിരിക്കുന്നത്. ഉപയോഗം ഉണ്ടെങ്കിൽ താങ്ങിപ്പിടിച്ച് നടക്കും, ഉപയോഗം ഇല്ലെങ്കിൽ നാം ഇട്ടുകളയും, എവിടെയെങ്കിലും ഇട്ടുകളയും. അപ്പം അത് ഉടമ്പടിയിൽ ആ റിലേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യണം. കാര്യം ഇവന് ഒരു ഇൻറ്റിമസി, എനിക്ക് ആകാശത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇൻറ്റിമസി ഉണ്ട്. അപ്പം അവൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് അമ്മയോട് അവൻ വന്ന് സംസാരിച്ചിട്ട് പോയി. അവൻ പറഞ്ഞ കാര്യം ഇതാണ്, അപ്പൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചാൽ പെട്രോൾ വാങ്ങിക്കണത്, എനിക്കതുകൊണ്ട് എപ്പോഴും പേടിക്കാൻ പറ്റത്തില്ല. അപ്പം അപ്പനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം, അപ്പനെ എന്തെങ്കിലും അദ്ദേഹത്തിനെ പറയണം, അപ്പനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം, ഇതൊക്കെയാണ് പറയണത്. ഇതാണ് എന്നിപ്പോൾ നിങ്ങളെ എല്ലാവരെയും മോഡലെടുക്കരുത്. മോഡലെടുക്കണം എന്നല്ല ഞാൻ പറയണത്. ആ ഒരു അഫെക്ഷൻ എപ്പോഴും മനസ്സിൽ ദൈവത്തോട് ഇടപെടുമ്പോൾ അഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തരികമായ ഒരു സ്നേഹം, വാത്സല്യങ്ങളൊക്കെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകണം. ആരാധന ഉണ്ടാകണം, ഒരാരാധ്യമായ ഭയമുണ്ടാകണം. അതേസമയം തന്നെ വളരെ ശിശുസഹജമായിട്ടുള്ള ഒരു സ്നേഹവും വാത്സല്യങ്ങളുണ്ടാകും. അമ്മയാകുമ്പോൾ അതിന് പറ്റിയ ആളാണ് ശരിക്കും. അമ്മ അതുടനെ റൈറ്റ് ആ വിഷയത്തിൽ തന്നെ, അതായത് അപ്പന് ഈ 12 മണിക്കൂറിൽ ഇവൻ വന്ന് തിരിച്ചു പോകാനുള്ള സമയത്തിനുള്ളിൽ അവരുടെ കുടുംബം കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ശമ്പളത്തിൽ അപ്പനെ പോസ്റ്റ് ചെയ്യും. അപ്പം തന്നെ ഇവന് ഇളക്കാൻ തുടങ്ങും. കാര്യം ഇവൻ ദൈവത്തിൻ്റെ ശക്തി ആദ്യമായിട്ടും കാണുകയാണ്. ഇങ്ങനെ ഒന്നും ദൈവത്തെക്കുറിച്ചൊക്കെ ഇവനെ അറിയത്തില്ല. ഇത്ര പെട്ടെന്ന് വിഷയങ്ങളിലൊക്കെ ഇടപെടുമെന്നൊന്നും ആളെ അറിയത്തില്ല. കണ്ടോടുകൂടി ആളിങ്ങനെ ഷിവറിങ് ആയിപ്പോയി. പിന്നെ അവനൊരു കുറച്ചുണ്ടായിരുന്നൊരു ചിന്തയെന്ന് പറയണത്, അവൻ അവനിവിടെ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലേ അപ്പൻ്റെ കുടുംബം രക്ഷപ്പെടുക, കുടുംബത്തിന് കടങ്ങളൊക്കെ ഉണ്ട്, കുടുംബം മേലേത് പിടിക്കണമെങ്കിൽ ഞാൻ രക്ഷപ്പെടണം. കണ്ട ആ പ്രാർത്ഥനയുടെ അടുത്തൊരു സത്യസന്ധതയുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ രക്ഷപ്പെടണം എന്തിനാണ്? കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ്. ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് അതെല്ലാം കേൾക്കണം. കൃപാസനത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ്. ഞാനത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. ചെറുപ്പക്കാരെ കാര്യം അവരുടെ കാര്യങ്ങളെല്ലാം അമ്മ ഇപ്പോൾ ഈ ആകാശ് കഴിയുമ്പോൾ വേറെ ഒരു മോളൊക്കെ ദിവസങ്ങൾ സാക്ഷ്യങ്ങൾ പറയുന്നവരെല്ലാവരും നല്ല ശതമാനം ചെറുപ്പക്കാരാണ്. അവരിങ്ങനെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കാര്യം അവർ ദൈവത്തെ അവരുടെ യൗവനകാലത്ത് തന്നെ അറിയണില്ല. അപ്പോൾ അതായത് യൗവനകാലത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിഷയത്തിൽ നമ്മൾ ഈ പ്രായം ചെന്ന് കഴിഞ്ഞ് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം,
പിന്നെ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ അധികം സമയം കിട്ടത്തില്ല. അതാണ് സമയമാണ് പ്രശ്നം. ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടായ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ 4 വയസ്സ് മുതൽ, ഞാൻ 4 വയസ്സിലാണ് എൻ്റെ മുറിയിലൊരു കർത്താവിൻ്റെ പടമുണ്ട്. നിങ്ങൾ കാണത്തില്ല, ഞാൻ ഇവിടെ ആരും വരാറില്ല. അപ്പം എൻ്റെ മുടിയിലൊരു അതായത് കർത്താവിൻ്റെ ഒരു മുഖത്തിൻ്റെ പീഡാനുഭവ രൂപമുണ്ട് വലുത്. അത് പെയിൻറ്ററാണ്. അപ്പം അത് ഞാൻ എൻ്റെ 3 വയസ്സിലോ മറ്റേ എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് അപ്പൻ്റെ കൂടെ കയ്യെ തൂങ്ങി നടക്കുന്ന കാലത്ത് ലാവുംവെട്ടത്ത് എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ചെമ്പരത്തിക്കാട്ടിൽ കണ്ട വലിയ രൂപമാണ്. അന്ന് മുതലാണ് ഞാൻ ഈശോനെ പരിചയപ്പെടുകയും ഈശോയുമായിട്ട് ആകർഷിക്കപ്പെടുകയും ഞാൻ അപ്പനോട് പറയും, ഇത് ഈശോയുടെ മുഖം ഈശോ കണ്ട ഇപ്പോൾ ഈശോ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകൊണ്ട് അപ്പനോട് അത് പറയണത്. ഇപ്പം എനിക്ക് 3 വയസ്സോ 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സൊന്നും ഇല്ല അന്ന്. അതെൻ്റെ അമ്മയുടെ വണക്കമാസ പുസ്തകത്തിലിരിക്കുന്ന അതേ രൂപമാണ് ഞാൻ ചെമ്പരത്തിക്കാട്ടിൽ കാണുന്നത്. പക്ഷേ ഞാൻ അച്ഛനായി, ആ ഒരു വിളിയോടുകൂടി അച്ഛനായിട്ട് ആദ്യം ഒരു എത്രയോ വർഷം കഴിഞ്ഞത് 1963 ഈ കാഴ്ച കാണുന്നത്. ഞാൻ 85 അച്ഛനായിട്ട് ഞാനൊരു പള്ളിയിൽ അപ്പോയിൻ്റഡ് ആയി. ആ അപ്പോയിൻ്റഡ് ആയ സമയത്ത് അമ്മ എന്നെ കാണാമെന്ന്, എൻ്റെ അമ്മച്ചി പിറ്റേ ആഴ്ച എന്നെ കാണാൻ വന്നപ്പോൾ അമ്മ എനിക്കൊരു പടം തന്നു. അപ്പോൾ ഞാൻ ഈ പടം ഇവിടെ നിന്ന് ഇടിച്ചു. അപ്പം ഞാനൊരു മരിപ്പിന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് തന്നിട്ട് പോകാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു, അന്നത്തെ ചെമ്പരത്തിക്കാട്ടിലെ ഞാൻ കണ്ട കർത്താവിൻ്റെ രൂപം വീണ്ടും അമ്മ തന്നെ കൊണ്ടുവന്ന് എനിക്ക് തന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. അത് ദൈവമായിട്ട് ജീവിക്കണം ഭയങ്കര രസമാണ് മക്കളെ. എനിക്ക് തോന്നൽ എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്, നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, പല പ്രശ്നങ്ങൾ, കേസ്, ജപ്തി നടപടികൾ, വീട്ടിലെ കലഹങ്ങൾ, വൈവാഹിക ഭിന്നതകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം കേൾക്കണില്ലേ? എല്ലാത്തിനും അമ്മ മറുപടി പറയുന്നുണ്ട് ഉടമ്പടിയിലൂടെ എല്ലാത്തിനും മറുപടി. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് ഇപ്പം നമ്മുടെ വിഷയത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കണോണ്ടാണല്ല നിങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് ഇവിടെ വരണത്. ഇപ്പം ഇവിടെ നിങ്ങളിത്ര വെളുപ്പിന് എഴുന്നേറ്റ് ഇന്നലെ തന്നെ വന്ന് ഇവിടെ താമസിക്കുന്നവരുണ്ട് ഈ സ്ഥലത്തൊക്കെ പലയിടത്തും. അപ്പം എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ വിഷയത്തിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ വർഷകാലത്തും കഷ്ടപ്പെട്ട് വരണത്. എൻ്റെ മക്കളെ, ഇത്രയും പ്രാധാന്യമെങ്കിലും ദൈവത്തിന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. ഇത്രയും പ്രാധാന്യമെങ്കിലും ദൈവത്തിന് കിട്ടണം. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും കണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായി ഒരിക്കലും ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കും എല്ലാ മേഖലകളിലും. നമ്മളിപ്പോൾ പ്രെയർ ചെയ്യണത് വിഷയാധിഷ്ഠിതമായിട്ട് സാങ്കേതികമായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ 1, 2, 3 സ്ലോ പ്രോസസ്സായിരിക്കും. നമ്മൾ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രാർത്ഥനാ ജീവിതം ക്രമപ്പെടുത്തിയ ഭയങ്കര സ്ലോ പ്രോസസ്സ് നടക്കുകയേ. പക്ഷേ ഒരു 1.5 കൊല്ലം കൊണ്ടൊക്കെ ചില കാര്യം നടക്കത്തുള്ളൂ. സ്ലോയാണ്. കാര്യം നമ്മൾ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി ദൈവത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതം 2, 4, 6, 8, 16, 64 എന്ന് പറഞ്ഞാൽ കയറിപ്പോവും. അത് ജിയോമെട്രിക് പ്രൊപ്പോർഷനിൽ കയറിപ്പോവും. എന്താ കാര്യം? നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണത്, നിങ്ങൾ ഉടമ്പടിയിൽ എടുപ്പെടുന്ന നിയോഗങ്ങളിലല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അത് വിഷയത്തിനാണ്. ഭയങ്കര സ്ലോ ആയിരിക്കും. കാര്യം നിങ്ങൾ ദൈവത്തിന് തന്നെ പ്രാധാന്യമുള്ളത് നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ ഉള്ള പ്രാധാന്യവും നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നുള്ളൂ. വിഷയമാണ് ദൈവം. അവിടെയാണ് തലകീഴ് മറിഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാ സമയവും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? അതാണ് നിങ്ങളുടെ ദൈവം. പ്രാക്ടിക്കൽ ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഏത് നിമിഷവും ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, ആരെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ദൈവം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ പെരുമ്പാവൂർ നിന്നാണ് വരുന്നത്. ആദ്യമേ തന്നെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ സാധിച്ചതിനോർത്ത് ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി OET പാസ്സായി. വളരെയേറെ ആഗ്രഹത്തോടെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി ഏജൻസികളെ സമീപിച്ച് 6 മാസം കൊണ്ട് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പൈസയൊക്കെ റെഡിയാക്കി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഭയങ്കര തടസ്സങ്ങളും ഡിലേ ആയിരുന്നു. 6 മാസം എന്നുള്ളത് ഒത്തിരി മാസങ്ങൾ കടന്നുപോയി. എൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും ഓരോന്നിൻ്റെയും ടൈം ഫ്രെയിം അവർ മാറ്റി. CGFNSൻ്റെ വെരിഫിക്കേഷനൊക്കെ 1 മന്ത് കൊണ്ട് കിട്ടേണ്ടത് 3 മന്ത് ആക്കി. ഡിസിഷൻ ലെറ്റർ 3 മാസം കൊണ്ട് കിട്ടേണ്ടത് 6 മാസമായിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഒത്തിരി ഡിലേ വന്നു. പിന്നെ കോമ്പറ്റൻസി അവിടെ ചെന്നിട്ടൊരു എക്സാം പാസ്സാവണേ, അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കണം. അതിൻ്റെ അഡ്മിഷനും കിട്ടാണ്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അപ്പം ദൈവം ഇത് എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ, ഞാൻ ന്യൂസിലാൻഡ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് നീ എനിക്ക് മാറ്റി തന്ന് നിൻ്റെ തീരുമാനത്തിലേക്ക് ആക്കി തരേണ്ടതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ധൈര്യമായത് ഉടമ്പടിയാണ്. ഞാൻ ഓരോ തവണ വന്ന് പുതുക്കുമ്പോഴൊക്കെ ഞാൻ അന്ന് യോഗം വെച്ച് പ്രാർത്ഥിക്കും. തൊട്ടടുത്ത് തന്നെ എന്താണോ തടസ്സം ആ തടസ്സം മാറി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇത് തന്നെയാണ് ഞാനപ്പോൾ ഞാൻ ഓരോ സമയം മുന്നോട്ട് പോയി. പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ആ സമയത്ത് നല്ലോണം ഏർപ്പെട്ടായിരുന്നു. അമ്മയുടെ കൂടെ അഗതി മന്ദിരങ്ങളിൽ പോയി ഞായറാഴ്ചകളിൽ അമ്മമാരെ കുളിപ്പിക്കണം. രാവിലെ സമയം നല്ല തിരക്കായിരിക്കുമല്ലോ, അമ്മമാരെ കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. അങ്ങനെ ആ സമയത്ത് ഹെൽപ്പിങ്ങിന് വേണ്ടി ആ പ്രദേശത്തുള്ള അവരെയൊക്കെ ഒന്ന് സമീപിക്കുമായിരുന്നു സിസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞായറാഴ്ചകളിൽ എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ പോകുമായിരുന്നു. അല്ലാണ്ട് ഫാമിലി ആയിട്ട് ഓർഫനേജ് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സഹായം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. അപ്പം നമുക്കതൊക്കെ ഒരു ധൈര്യമായിരുന്നു. അങ്ങനെ 6 മാസം എന്നുള്ളത് 1.5 വർഷം എടുത്തിട്ടാണ് എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയത്. ദൈവം സഹായിച്ച് എനിക്ക് പോകാൻ പറ്റി. ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, ജോലിയായിട്ട് വരും നീ, അപ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. നമുക്ക് ന്യൂസിലാൻഡിൽ പോകുമ്പോൾ ജോലിയായിട്ടല്ല പോകുന്നത്, അവിടെ ചെന്ന് പരീക്ഷ പാസ്സായി നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി പിന്നെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. ഞാൻ അവിടെ ചെന്ന് ധൈര്യത്തോടെ പോയി. നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ കൂടെ കയ്യിൽ കൊണ്ടുപോയായിരുന്നു. 2 അറ്റംപ്റ്റാണ് നമുക്കുള്ളത്, തിയറിയും പ്രാക്ടിക്കലും. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണേ മാതാവേ, കാരണം ഒത്തിരി പൈസ പോയി. ഇനി അപ്പം തന്നെ ഇത് മാറിയായിരുന്നു സാഹചര്യങ്ങൾ. ഒത്തിരി പേര് ജോലി കിട്ടാണ്ട് തിരിച്ച് നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ നമുക്ക് രണ്ടാമത് ചിന്തിക്കാനൊരു അവസരം, കാരണം പൈസ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, സമയം ഇത്രയും പോയി. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിന് ഉടമ്പടി പുതുക്കി, മാതാവ് നീ എൻ്റെ കൂടെ വന്നോളണമെന്ന് പറഞ്ഞാണ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയത്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് തിയറിയും പ്രാക്ടിക്കലും പാസ്സാകാൻ പറ്റി. ഞാൻ ലാംഗ്വേജൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെവിയിലും നാവിലൊക്കെ തൈലം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കയ്യിൽ കാശ് രൂപമൊക്കെ വെച്ച് ഞാൻ അത് പരീക്ഷ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി. പിന്നെ അടുത്ത നമുക്ക് ജോലിക്കുള്ളതാണല്ലോ. ഞാൻ അതും നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. 1 മാസമായി 2 മാസമായി ഡെയിലി എത്രയോ ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് നമുക്കൊരു കണക്കില്ല. അത്രയും ആപ്ലിക്കേഷൻസ് ഡെയിലി അയക്കും. രാവിലെ മെയിൽ ചെക്ക് ചെയ്യും, എല്ലാം റിജക്ഷൻ. കൂടെ ഉണ്ടവരൊക്കെ നാട്ടിലോട്ട് തിരിച്ചു പോയി. ഞാനിപ്പോൾ എനിക്കൊരു ഫാമിലിനെ കിട്ടിയായിരുന്നു. അവരെന്നെ വളരെ സഹായിച്ചു അവിടെ നിൽക്കാനും, പൈസ ഇല്ലാണ്ട് നിൽക്കാനും, അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാനും, എല്ലാവിധ വൈഫൈയും കാര്യങ്ങളൊക്കെ തന്ന് നീ നിൻ്റെ ഇഷ്ടം പോലെ ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നതാണ്. കാരണം എല്ലാവരും വിഷമിച്ച് വാടക കൊടുത്ത് നാട്ടിൽ നിന്ന് പൈസ അയച്ച് അവിടെ ജീവിക്കുമ്പോൾ എനിക്ക് അത്രയും സാഹചര്യങ്ങൾ ദൈവം തന്നു. ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു. സെപ്റ്റംബറായി, ഒരു ജൂലൈയിൽ രജിസ്ട്രേഷൻ കിട്ടിയത് അവസാനം. ഓഗസ്റ്റ് കിട്ടിയില്ല. സെപ്റ്റംബറായിട്ടും എനിക്ക് ഒറ്റ ഇൻ്റർവ്യൂ വരുന്നില്ല. ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ തിരിച്ചു വരട്ടെ. പറഞ്ഞു ഇല്ല, ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടാണ്ട് നീ തിരിച്ചു വരില്ല, നീ പ്രാർത്ഥിക്കുക, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. വളരെയേറെ മാനസിക വിഷമത്തോടെയാണ് കടന്നുപോയത്. കാരണം നാട്ടിൽ നിന്ന് പൈസ അയച്ച് ഇത്രയും പൈസ കളഞ്ഞ് നമ്മൾ വളരെ സ്വപ്നം കണ്ടു പോകുമ്പോൾ തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒക്ടോബർ മാസം അമ്മ ദുബായിലാണ്. അവിടെ അഖണ്ഡ ജപമാല ഇവിടെ നടക്കുമ്പോൾ മമ്മി അവിടെ പ്രയർ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്. ആ സമയത്ത് അവിടെ ജപമാല റാലി നടത്തി. പിന്നെ അല്ലാണ്ട് എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും എനിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒക്ടോബർ മാസം തീരണേക്ക് മുന്നേ നിനക്കൊരു ഇൻ്റർവ്യൂ കിട്ടും,
നിനക്ക് തിരിച്ച് വന്നാൽ പോലും ഇൻ്റർവ്യൂ ആയിട്ട് നീ വന്നാൽ മതി എന്നുള്ളൊരു വരുള്ളൂ എന്നുള്ള എപ്പോഴും പറയുമായിരുന്നു, ധൈര്യം തരുമായിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസം തീരണേക്ക് മുന്നേ 28-ാം തീയതി ആയപ്പോഴേക്കും അന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു, ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് സാധാരണ പ്രീ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നത്, അത് ഇന്നത്തേക്ക് തന്നെ ഇൻ്റർവ്യൂ അന്നത്തെ ദിവസം തന്നെ ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് പകച്ചു. പക്ഷെ കൈവിട്ട് കളയാൻ എനിക്ക് തോന്നിയുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, ഞാൻ അറ്റൻഡ് ചെയ്തോളാം, നിനക്ക് 2 മണിക്കൂർ സമയമുണ്ട്, 2 മണിക്കൂർ കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റിൽ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ ലിങ്ക് അയച്ചു തന്നു. എനിക്ക് ആകെ 2 മണിക്കൂർ സമയം കൈ കിട്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് മാതാവിനെ കയ്യിൽ കാശ് മുറുകെ പിടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വൈകുന്നേരം തന്നെ എനിക്ക് മെയിൽ വന്നു, നീ ഇൻ്റർവ്യൂവിൽ സെലക്റ്റായി, പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു, നിങ്ങൾക്ക് വർക്ക് വിസ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, വിസ പേപ്പറൊക്കെ തുടങ്ങാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാനത് വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രം അറിയിച്ചു, കാരണം നമ്മുടെ വിഷമങ്ങൾ അറിയാവുന്നവർക്കാണല്ലോ നമ്മൾ ആദ്യം അറിയിക്കേണ്ടത്. അവരെ അറിയിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ പോരട്ടെ, ഇനി ഇവിടെ നിന്ന പൈസ ഇനിയും ആകും, പക്ഷേ നമുക്കൊരു ധൈര്യമായിട്ട് ഓഫർ ലെറ്റർ അവർ തന്നിട്ടില്ല. ഇൻ്റർവ്യൂ സെലക്റ്റായി പേപ്പർ വർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് മെയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും അവിടെ നിൽക്കണില്ല, ഇൻ്റർവ്യൂ കിട്ടിയല്ലോ, ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞ് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചു. പക്ഷെ എന്നാലും ആ ഒരു നാണക്കേട്, കാരണം ജോലിയില്ലാണ്ട് തിരിച്ചു വരുന്നു, ആരോടും പറയാനും പറ്റില്ല, കാരണം കയ്യിൽ ഓഫർ ലെറ്റർ ഇല്ല, നമുക്കൊരു ഉറപ്പിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ വളരെ വിഷമത്തോടെ തിരിച്ചു വന്നായിരുന്നു. വളരെ മാനസികമായി നിരാശപ്പെട്ട സമയമായിരുന്നു അതൊക്കെ. പുറത്തോട്ട് ഇറങ്ങാനും പരിപാടികളിൽ പങ്കെടുക്കാനും പള്ളിയിൽ പോകാനൊക്കെ ഒത്തിരി, കാരണം നമ്മുടെ നാട്ടുകാരുടെ വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴുണ്ടാകുന്ന വിഷമം അത് അനുഭവിക്കുന്നവർക്കറിയാം. അപ്പോൾ അത് വളരെ വേദനാജനകമായിരുന്നു. ആ സമയത്ത് മാസങ്ങൾ കടന്നു പോണേണ്, ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം എനിക്ക് ധൈര്യം ഉടമ്പടിയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട് നീ ഉടമ്പടി പുതുക്ക്. ഞാനപ്പോൾ പള്ളിയിലൊന്നും പോകാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മാമ്മ പറയും, ദൈവം നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നീ ഓർക്കണം, നീ നാട്ടുകാരും വീട്ടുകാരും ബോധിപ്പിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുള്ള രീതിയിൽ എപ്പോഴും എന്നെ ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണ്, ഉടമ്പടി പോലും ഇപ്പം ഞാൻ പിന്നോട്ട് പോയാൽ ഒരു രീതിയിൽ എനിക്ക് കയറി വരാൻ പറ്റില്ല. അപ്പം ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ച് ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു. കാര്യം ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും സംശയമായി പോയായിരുന്നു അത്. കാരണം എല്ലാം കൊണ്ടും നിരാശയും എല്ലാം താമസവും തടസ്സങ്ങളും. 5 മാസമായിട്ടും ആ ഇൻ്റർവ്യൂവിൻ്റെ ഓഫർ ലെറ്റർ വന്നിട്ടില്ല, അതാരോടും പറയാനും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കി. നമ്മുടെ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ദൈവവിശ്വാസി ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉടമ്പടിയിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഉടമ്പടി ഞാൻ വിട്ട് കളഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനത് പുറകോട്ട് പോകും, ഉള്ളതുപോലെ ഇല്ലാണ്ടായി പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടായിരുന്നു. അപ്പം ഞാനത് ഇല്ല, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാണ്, എനിക്ക് പറ്റുന്ന പോലെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ അന്ന് എനിക്ക് മാതാവിനെ കിട്ടി ഞാൻ ഇവിടെ വന്നിങ്ങനെ ലൈൻ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗം ഇടാൻ വേണ്ടി ലൈൻ നിന്നപ്പോഴേക്കും വേറൊരു സാക്ഷ്യം ഒരു കുട്ടി ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നും പ്രോഗ്രസ് ആവുന്നില്ല. പിന്നെ വേറെ സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നു, അത് ഫാസ്റ്റായിട്ട് നടന്നു. അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അങ്ങനെ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. അതെന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഇത് വെച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ഇതുപോലും ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെയും ജോലിക്ക് അപ്ലൈ ചെയ്തു. ആ ഉടമ്പടി പുതുക്കി, അതായത് 7ാമത് ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടുന്ന് പോയിട്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. പക്ഷെ അതെന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇൻ്റർവ്യൂ കഴിയുന്നു, റിസൾട്ട് വരുന്നു, പേപ്പേഴ്സ് എന്നോട് ആവശ്യപ്പെടുന്നു, പേപ്പേഴ്സ് കൊടുത്തു, എല്ലാം ഫാസ്റ്റായിട്ട്. 5 മാസം 6 മാസമായിട്ടും ഓഫർ ലെറ്റർ തരാത്ത മറ്റേ ഇൻ്റർവ്യൂ ഇത് 1 മാസത്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഓഫർ ലെറ്റർ തന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ആ സാക്ഷി എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. അന്ന് ഞാൻ ആ ഉടമ്പടി പുതുക്കാൻ നേരത്ത് മാതാവിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു കേൾക്കണ സമയത്ത്. സോ അതുകൊണ്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് 2ാമത്തെ ഇൻ്റർവ്യൂ ഓപ്റ്റ് ചെയ്തു. വിസ കിട്ടു. 90 ദിവസം മിനിമം ഓസ്ട്രേലിയയുടെ വർക്ക് വിസ എടുക്കും എന്നാണ് പറഞ്ഞത്. അതിനിടയ്ക്കൊരു കാര്യം, ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ എടുത്തവർക്ക് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്ത് 2 രാജ്യത്തേക്കും കൂടി ജോലിക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് വന്ന ഇൻ്റർവ്യൂസൊക്കെ ഓസ്ട്രേലിയയുടെയാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഇൻ്റർവ്യൂസ് 2ാമത് വന്നത്, അത് ഞാൻ ചൂസ് ചെയ്തു. മിനിമം 90 ദിവസമാണ് വർക്ക് വിസക്ക് എടുക്കുന്നത്. അത് എനിക്ക് 85 ദിവസം എടുത്തുള്ളൂ. വേറൊരു എൻക്വയറിയോ അല്ലെങ്കിൽ അഡീഷണൽ പേപ്പറോ ക്ലാരിഫിക്കേഷനോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എനിക്ക് വിസ വന്നു.
ഇപ്പോൾ ജോയിനിങ് ഡേറ്റ് കിട്ടി, അടുത്ത മാസം 13-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യണം, എന്നോട് ടിക്കറ്റ് എടുത്തോളം പറഞ്ഞു. ഞാൻ വളരെ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അമ്മ മാതാവിനോട് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇപ്പം ചുരുങ്ങിയത് 2.5 വർഷം കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ പേപ്പർ വർക്കിൻ്റെ ഇതിൽ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് OET കാർഡ് 3 വർഷം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പറയുന്നു, നീ എനിക്ക് തന്ന വിജയമാണ്, ഈ കാർഡ് വെറുതെ ആയി, ഈ OET സ്കോർ വെറുതെ ആയി പോകാൻ പാടില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വന്ന് മഹത്വപ്പെടുത്തണം, അതിനിടയാക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം നവംബറിലാണ് എൻ്റെ ആ 3 വർഷം OET എക്സ്പയറി ആവുള്ളൂ. അതിനുള്ളിൽ എനിക്ക് ഈ ജോലി തന്നു, അതെനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. വീണ്ടും ഇവിടെ വന്ന് ദൈവത്തിനും മാതാവിനും മഹത്വപ്പെടുത്താൻ സാധിച്ചു. സോ അതിന് വളരെയേറെ ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയിലായിട്ട് ഈ തിരിച്ചു വന്ന സമയത്തൊക്കെ ഞാൻ ഒത്തിരി ഡൗൺ ആയിരുന്നു. എനിക്ക് പ്രേക്ഷിത പത്രങ്ങൾ ഞാൻ സമൂഹത്തിലിറങ്ങി കൊടുക്കുമായിരുന്നു, ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ കൊടുക്കുമായിരുന്നു. അല്ലാണ്ട് കാരുണ്യ പ്രവൃത്തിയിലേക്ക് എനിക്കങ്ങനെ ഏർപ്പെടാൻ പറ്റുന്നുണ്ടായില്ല. കാരണം നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ അറിയാവുന്ന എന്നെപ്പോലുള്ളവരുണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫാമിലി നേഴ്സുമാരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിതുപോലെ ജോലി കിട്ടാത്തവരും ഇൻ്റർവ്യൂസ് റെഡിയാവാത്തവരും CV ശരിയാവാത്തവരൊക്കെ ഒത്തിരി എൻക്വയറീസൊക്കെ ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ച് വേക്കൻസി എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് അവർക്ക് അയച്ചു കൊടുക്കും. കാരണം അവരുടെ വിഷമം നമുക്കേ മനസ്സിലാവുള്ളൂ, ഒരേ തലത്തിൽ നിൽക്കണമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നവരൊക്കെ എന്തെങ്കിലും രീതിയിൽ ചെറുതായിട്ടാണെങ്കിലും സഹായിക്കുമായിരുന്നു. പിന്നെ ന്യൂസിലൻഡിൻ്റെ സമയത്ത് ഞാൻ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ അഗതി മന്ദിരങ്ങളിലും ഓർഫണേജിലൊക്കെ പോയി സഹായിക്കാൻ സാധിച്ചു, പത്രങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നേർച്ച വസ്തുക്കൾ ഞാൻ പറഞ്ഞ തേനും വ്യഞ്ചരിച്ച തൈലവും കാശുരൂപവും ഞാൻ ശരിക്കും ഉപയോഗിക്കാൻ പറ്റി ഇൻ്റർവ്യൂവിലും എക്സാമിൻ്റെ സമയത്തൊക്കെ. സോ ഒരിക്കൽ കൂടി അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 ഞാൻ നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തത് 2024 ആഗസ്റ്റിലാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ബാബു. ഫോർട്ടുവെച്ച് ഞാൻ വരുന്നത് എറണാകുളം ജില്ലയാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം. പിന്നെ എനിക്കുണ്ടായ കാര്യങ്ങൾ, ഞാൻ ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് 3-4 ക്ഷേത്രങ്ങളിൽ 21 കൊല്ലമായിട്ട് വെളിച്ചപ്പാടായിട്ട് തുള്ളാൻ പോണ ആളെ, തീയിലൂടെ നടക്കുന്ന പരിപാടിയും പിന്നെ അത്യാവശ്യം ജ്യോത്സ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ ജ്യോത്സ്യം നോക്കും, കബഡി വെച്ച് നോക്കുന്ന പരിപാടിയൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ ഇതിലോട്ട് വരാൻ കാര്യം, എൻ്റെ ജീവിത പങ്കാളിക്ക് വലിയതായിട്ടൊരു മരം വീണൊരു ആക്സിഡൻ്റ് ഉണ്ടായി. പിന്നെ അത്യാവശ്യം മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിലൂടെ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ മദ്യപാനവും വൈഫിന് വന്ന ആക്സിഡൻറ്റും എല്ലാം അതിലൂടെ അമ്മ മാറ്റുന്നില്ല. അതുപോലെ ഞാൻ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്. ഓട്ടോറിക്ഷ എനിക്കൊണ്ടാകാവുന്ന ആൾക്കാരെയൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നവരെയൊക്കെ ഉടമ്പടി എടുക്കാനും എല്ലാ കാര്യത്തിലും ഞാൻ ഈ സന്നിധിയിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഇവിടെ വരും. എന്നുവെച്ചാൽ ഈ സന്നിധിയിൽ വന്നെങ്കിൽ മാത്രമേ എനിക്ക്, അതുപോലെ ഉടമ്പടി ഞാൻ എന്നുണ്ടോ അന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്തോ ഡയാലിസിസ് ചെയ്യണ ഒരു പ്രകൃതമാണ് ഞങ്ങൾക്ക്. വന്നില്ലെങ്കിൽ ഭയങ്കരമായ എന്തോ പറയാത്തക്ക രീതിയിലുള്ള, അതുപോലെ എല്ലാ മാസവും ശബരിമലയ്ക്ക് പോകാനുള്ള അനുഗ്രഹമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതിനിടെ ഈ ഓട്ടോറിക്ഷ 2011 മോഡൽ ഓട്ടോറിക്ഷയാണ് ഞാൻ എടുത്തത്. അപ്പം പെട്ടെന്ന് ഓർഡർ വന്ന് 15 കൊല്ലം കഴിഞ്ഞുള്ള വണ്ടി കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഉടമ്പടിയില്ല, അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ എന്ത് ചെയ്യും, ഈ ഓട്ടോറിക്ഷ എനിക്ക് എടുക്കാനായിട്ട് വേറൊരു മാർഗ്ഗവും ഇല്ല. അങ്ങനെ അമ്മ ഉടമ്പടിയില്ല. അതിൻ്റെ ഒരു 3-ാം ദിവസം പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടായി. ഓട്ടോറിക്ഷ 7 കൊല്ലം കൂടെ വീണ്ടും നീട്ടി. അപ്പോൾ 7 കൊല്ലം കൂടെ എനിക്ക് കിട്ടി. അങ്ങനെ അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തെന്ന്. അതും കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വഴി പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷ എറണാകുളം ജില്ല കഴിഞ്ഞാൽ 5 കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി പിടിക്കുമെന്ന് മോട്ടോർ വെഹിക്കിൾ പിടിച്ച് എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഞാൻ അമ്മയോട് ഒന്ന് പറയും, അമ്മ ഞാൻ എന്ത് ചെയ്യും, എനിക്കിതിനുള്ള മാർഗ്ഗം ഉണ്ടാക്കി തരാം. അങ്ങനെ അത് തന്നെ 3-ാം ദിവസം അമ്മ പറഞ്ഞ് ഓൾ കേരള പെർമിറ്റായി ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റ് കൊടുത്ത് അത്യാവശ്യം എറണാകുളത്ത് ഊബറിൽ ഓടി 12,500 ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അമ്മ എനിക്ക് ആവശ്യം പോലെ വാരിക്കോരി തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കടവും കാര്യങ്ങളൊക്കെ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര. അതുപോലെ പ്രേക്ഷിത വേലക്കാരനെ പ്രവർത്തിക്കുന്നത് ഇഷ്ടംപോലെ രോഗികളെ കാണാനും ഓട്ടിസം പിടിച്ച പിള്ളേർക്ക് വേണ്ടി സഹായിക്കാനും ഞാനും ജീവിത പങ്കാളിയും പോയി ചെയ്യാത്ത സ്ഥലങ്ങളില്ല. കിട്ടുന്ന ഓഹരി ചെറിയ രീതിയിലാണെങ്കിൽ ശരി മാറ്റി എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ജീവിത പങ്കാളിക്ക് 4 ചേച്ചിനിത്യമാരുണ്ട്, അവരെല്ലാവരും ഉടമ്പടിക്കാരാണ്. എല്ലാവർക്കും ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും അനുഭവം കിട്ടിയതിൻ്റെ പേരിൽ എല്ലാവരും എൻ്റെ കൂടെ വരും. എപ്പോൾ വിളിച്ച് ഏത് പാതിരായ്ക്കും കൃപാസനത്തിൽ വരാൻ തയ്യാറാണ്. ആര് വന്ന് ചോദിച്ചാലും ഏത് പാതിരായ്ക്കും ഞാൻ കൊണ്ടുപോകും. പിന്നെ മകൻ ഇത്തിരി പഠിക്കാനൊക്കെ ഇത്തിരി പുറകോട്ടൊക്കെ ആയിരുന്നു, ഇത്തിരി പ്രശ്നങ്ങൾക്കുള്ള പയ്യനായിരുന്നു. പക്ഷേ ഉടമ്പടിയിലൂടെ തന്നെ 10ാം ക്ലാസ്സിലൊക്കെ ഒറ്റയടിക്ക് പാസ്സായി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവർ പറയുന്ന സ്കൂളിൽ കിട്ടി. പിന്നെ ഇത്രയും ചെയ്ത അമ്മ
കോടി കോടി അനുഗ്രഹവും നന്ദിയും പറയുക. ഇനി ഉടമ്പടി ജീവിതം തന്നെ ഉള്ളൂ. ആരൊക്കെ ഉടമ്പടി ലോകത്ത് ആര് വന്നാലും ഞാനിവിടെ കൊണ്ടുവരും. അത് പൈസ നോക്കിയിട്ടല്ല, ഏത് പാതിരൊക്കെ ഞാനിവിടെ വരാൻ തയ്യാറാണ്. ഇനി അമ്മയും പരിശുദ്ധാത്മാവും വിട്ട് ഒരു പരിപാടി എനിക്കില്ല. എന്ത് കാര്യത്തിനും ഞാൻ നേരെ ചേച്ചിയുടെ മോക്ക് കൊടുക്കുന്നു. എൻ്റെ പേര് അർജുൻ. ഞാൻ ഉടമ്പടി എടുക്കണ 2025 ജൂൺ 27-നാണ്. എൻ്റെ മെയിൻ സാക്ഷ്യം, ഞാൻ 10ാം ക്ലാസ് എൻ്റെ സ്കൂളിൽ എന്നെ IED ലിസ്റ്റിലൊക്കെ പെടുത്തണം, പരീക്ഷ എഴുതിക്കൂല എന്നൊക്കെ പറഞ്ഞതാണ്. അന്ന് എൻ്റെ അമ്മ ഉടമ്പടിയിലാണ്. അപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ 10 അത്യാവശ്യം നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവുകയും പിന്നെ +2 എനിക്ക് നല്ലൊരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്ത് ഞാൻ അവിടെ നിന്ന് +2 നല്ല രീതിക്ക് തന്നെ പാസ്സായി മാതാവിൻ്റെ ഉടമ്പടിയിൽ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവും. പിന്നെ ഓട്ടിസം ബാധിച്ച അങ്കിളും ആൻറ്റിമാർക്കൊക്കെ പോയി ശുശ്രൂഷ ചെയ്യും. അതൊക്കെ തന്നെ. പിന്നെ എൻ്റെ കൂട്ടുകാരെ കൊണ്ടും എനിക്കറിയാവുന്നവരെ കൊണ്ട് ഞാൻ ഉടമ്പടിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മിക്ക കൂട്ടുകാരും ഇപ്പോൾ ഉടമ്പടി തന്നെയാണ്. ഇത്രയുള്ള എൻ്റെ സാക്ഷ്യം. അമ്മയുടെ ചേച്ചിയുടെ നോക്കൂടും. എൻ്റെ പേര് ധന്യ. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. 2023 ജൂലൈ 27-ാം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തത്. അവന് അഡിനോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സർജറി വേണമെന്നാണ് പറഞ്ഞാൽ ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഇപ്പോൾ അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. രണ്ടാമത്തത്, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലുള്ളതാണ്. അതും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് എനിക്ക് പൂർണ്ണമാക്കി സൗഖ്യമായി. മൂന്നാമത്, മാരേജ് സർട്ടിഫിക്കറ്റ് 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടിയിൽ 3ാമത്തെ നിയോഗം വെച്ചത് അത് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ 3ാമത്തെ പുതുക്കലിൽ എനിക്ക് അതും റെഡിയാക്കി കിട്ടി. അതും മാതാവിൻ്റെ ഈശോയുടെയും ഒരനുഗ്രഹം കാരണം അതും എനിക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടി. പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്. സാന്ത്വനം, ക്രിസ്തുവാസ്, പിന്നെ ഇവിടെയൊക്കെ അമ്മമാരാണ്. പിന്നെ കുഞ്ഞുങ്ങളുള്ളിടത്ത് പോകാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ വന്ന് മാസത്തിൽ പത്രം മേടിച്ച് വിതരണം ചെയ്യും. കാശ് രൂപവും കൊന്തയും എല്ലാവർക്കും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇത്രയാണ് ഞാൻ ഉടമ്പടി തന്നെയാണ് ഞങ്ങൾ ഇനി ഉള്ള ഞങ്ങളുടെ ജീവിതം. പിന്നെ ഞാനും എൻ്റെ മക്കളും എല്ലാ ദിവസവും കൊന്തയൊല്ലും, വചനം വായിക്കും. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും എനിക്ക് സാക്ഷ്യം പറയാൻ ഈ ആൾത്താരെ കയറിയിരിക്കാൻ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.